ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ഇടുക കേട്ടോ. പിന്നെ ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ കണ്ണടയുടെ കവറാണ്. സ്പെക്ടക്കിൾ കേസ് എന്ന് പറയും. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ണടയൊക്കെ നല്ല സേഫായിട്ട് എടുത്തു വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ബാഗിൽ ഹാങ് ചെയ്തിടാം. കുറച്ച് ലെങ്തി സ്ട്രാപ്പൊക്കെ വെച്ചിട്ടുള്ളതാകുമ്പോൾ നമുക്ക് കഴുത്തിൽ ഇടാവുന്നതേ ഉള്ളൂ. അപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് അപ്പോൾ ഇത് നമുക്ക് കണ്ണട ഇത് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ ഇത് പ്രസ് ബട്ടൺ അമർത്തി കൊടുക്കുക. ഇതിനെ കണ്ടില്ലേ, ഇങ്ങനെ വയ്ക്കാവുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയായിരിക്കുക. രണ്ട് സൈഡിലും ഓരോ ഫ്ലവർ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. എല്ലാം അങ്ങനെ തന്നെ. ഇത് മറ്റേതൊക്കെ സൺഫ്ലവർ പാറ്റേൺ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് സൺഫ്ലവർ പാറ്റേണിലുള്ള പൗച്ചാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ വെച്ച് കണ്ണട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കുമ്പോൾ നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് എന്നിട്ട് അടയ്ക്കുമ്പോൾ നമുക്ക് ഈ കണ്ണടയുടെ ഈ കാലുണ്ടല്ലോ, ഇതിവിടെ കുടുങ്ങരുത് ഇങ്ങനെ അടയ്ക്കുമ്പോഴേ. അപ്പോൾ കുറച്ച് വലിപ്പത്തിൽ നമ്മൾ ചെയ്തു വെച്ചാൽ ഇതിവിടെ മടങ്ങി നിൽക്കും. മനസ്സിലായോ? ഇത് കറക്റ്റ് പാകമാണ്. കുറച്ചുകൂടി വലിപ്പത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കാതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ ഇത് കുടുങ്ങും. ഈ കാല് പെട്ടെന്ന് കേടായി വരും. മനസ്സിലായി? അപ്പോൾ ഇത്ര വലിപ്പത്തിൽ തന്നെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചെയ്തു തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് ത്രെഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കളറ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് പ്രസ് ബട്ടൺ. ഇതിവിടെ വെക്കാനായിട്ട് പ്രസ് ബട്ടൺ വേണം. പിന്നെ ഏതെങ്കിലും ഒരു സൈസ് ഹുക്ക്. ഞാനിപ്പോൾ ഇവിടെ 3.5 mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സിസേഴ്സ്. ഇത് ഈ ത്രെഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു മാജിക് റിങ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മാജിക് റിങ്ങിൽ നമുക്ക് ഒരു 16 ഡബിൾ ക്രോഷേ കൊടുക്കാം. ഈ പാറ്റേൺ ഞാൻ മുന്നേയും ഒരു സൺഫ്ലവർ പൗച്ച് ചെയ്തിട്ടുണ്ട്. അതിലുണ്ട് ഇത്. ഇനിയിപ്പോൾ നമ്മളിവിടെ 3 ചെയിൻ ഇട്ടു. എന്നിട്ട് ഡബിൾ ക്രോഷേ ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആക്കുമ്പോൾ ലെങ്തി ആവും. ഇതത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി സ്പീഡിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഒരു 16 ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അതറിയില്ല എല്ലാവർക്കും എങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 16-മത്തെയാണ്. ഇനി ആദ്യം ചെയ്തിട്ടുള്ള ഈ 3 ചെയിൻ ഇട്ടില്ലേ, അതിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഈ റൗണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഈ ത്രെഡ് നമുക്കിങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് അടുത്ത ഇതിനൊന്നിങ്ങനെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ചെയിനിൽ കൂടി ഇതിനെ ഈ ടൈലിൻ്റെ അടുത്ത് ബാക്കിലേക്ക് ഇടുക. അപ്പം നമ്മുടെ എല്ലാം ലാസ്റ്റ് അതിനൊക്കെ നമുക്ക് ഒളിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാം ബാക്കിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ഈ കളർ ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഈ ത്രെഡ് ഈ അണ്ണ് നമ്മൾ ബാക്കിലേക്ക് വലിച്ചെടുത്തില്ലേ, ആ സ്പേസിൽ കൂടി തന്നെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഇനി വേറെ ഏത് ചെയിനിൽ കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൽ തന്നെ എടുത്തു. പിന്നെ 3 ചെയിൻ ഇട്ടു. ഇനി നമുക്ക് ഓരോന്നിലും 2 ഡബിൾ ക്രോഷേ വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ 2 ചെയിൻ ഇട്ടു. പിന്നെ ഈ ഗ്യാപ്പിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ഇട്ടു. അപ്പോൾ ഇത് 2 എണ്ണമായി. ഇനി അടുത്ത സ്പേസ് ഇല്ല, നമ്മളിതിൻ്റെ ഗ്യാപ്പിൽ ചെയ്ത് പോകണം. മനസ്സിലായില്ലേ?
അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആഡ് ചെയ്തിട്ടുള്ള ഈ ടൈലൻ്റ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഇതിനൊപ്പം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതവിടെ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നോളും, പിന്നെ കാണില്ല അത്. മനസ്സിലായോ? അപ്പോൾ അതിന് അടുത്തതിൽ 2 ഡബിൾ ക്രോഷ്യ, 1 2 അങ്ങനെ നമ്മൾ എല്ലാറ്റിലും ഇത് ഈ 16 എണ്ണത്തിൻ്റെയും ഗ്യാപ്പിൽ ചെയ്യാം കേട്ടോ. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. എല്ലാറ്റിൻ്റെയും ഈ ഡബിൾ ക്രോഷ്യയുടെ ഇടയിൽ ഈ 2 വീതം ചെയ്തു. ഇനി നമുക്ക് ഇതിനവിടെ ജോയിൻ ചെയ്യാം കേട്ടോ. അടുത്ത കളറ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്യാപ്പിൽ നിന്നാണ് കേട്ടോ, ഈ ചെയിനിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2 ചെയ്തിട്ടില്ലേ, ഇതിൻ്റെ ഗ്യാപ്പിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഗ്യാപ്പിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി 3 ചെയിൻ ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡബിൾ ക്രോഷ്യയുടെ ഒരു ക്ലസ്റ്റർ ഹാഫായിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ഹാഫ് ചെയ്തു, ഇവിടെ ഹോൾഡ് ചെയ്തു, അടുത്ത ഡബിൾ ക്രോഷ്യ ഹാഫ് ചെയ്തു, ഹോൾഡ് ചെയ്തു, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടി ഹാഫ് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇതിനെ എല്ലാം വലിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ഇനി 2 ചെയിൻ. ഇനി ഇതുപോലെ അടുത്തതിലും ചെയ്യുക. അടുത്ത ഗ്യാപ്പിലേക്ക് ചെയ്യുക. അപ്പോഴൊക്കെ നമുക്ക് ഈ ത്രെഡിനെ, ഈ യെല്ലോ ത്രെഡിനെ ഇതിൻ്റെ ഒപ്പം അങ്ങനെ കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ ഇതിന് പിന്നെ പുറത്തേക്ക് കാണില്ല. ഇതിവിടെ ഹാഫ് ചെയ്തു, വീണ്ടും ഒന്നും കൂടിയും ചെയ്യുക, ഹാഫ് ചെയ്തു, വീണ്ടും ചെയ്യുക, അങ്ങനെ 3 ടൈംസ് ചെയ്യുക. എന്നിട്ട് ഒന്ന് വലിക്കുക, പിന്നെ 2 ചെയിൻ. മനസ്സിലായില്ലേ? അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഈ റോയിലെ ലാസ്റ്റ് റോയിലെ ഇതും കൂടി ലാസ്റ്റ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 3 ചെയ്ത് ഇതിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിലേക്ക് ജോയിൻ ചെയ്യണം. ഇനി ഇതിവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൽ അടുത്തത് ജോയിൻ ചെയ്യാൻ പോവാണ്. ഈ ത്രെഡാണ് കേട്ടോ, അതിൽ ക്രീമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ത്രീ ചെയിൻ ഇടുക. വീണ്ടും സെയിം ഈ റോയിൽ ചെയ്ത ഇതേ സെയിം തന്നെയാണ് നമ്മൾ അടുത്ത റോയിലും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലാവുമ്പോൾ 4 കൊടുക്കാം നമുക്ക്. ഒന്നും കൂടി റൗണ്ട് വലുതായി വരുമല്ലേ. 2 3 കൊടുത്തോളൂ. ആദ്യം 2 ചെയിൻ ഇട്ട കാരണം, അല്ലെങ്കിൽ ഈ ഒരു പെറ്റൽ മാത്രം കുറച്ച് വീതി കൂടി നിൽക്കും. 3 ചെയ്ത് ക്ലോസ് ചെയ്തു കേട്ടോ. 2 ചെയിൻ. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 4 ചെയ്യാം. കറക്റ്റ് 4 തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ ആദ്യം 3 ചെയിൻ ഇട്ട കാരണമാണ് 3 ചെയ്തത്. ഇത് 1 2 3 4. ഇനി ലാസ്റ്റ് എല്ലാം കൂടി വലിച്ചെടുക്കുക. എന്നിട്ട് 2 ചെയിൻ ഇടുക. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോൾ ഇത് ഇങ്ങനെ നല്ല വിടർന്ന് വരും കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് കൂടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതിവിടെ ചെയ്തിട്ട് ഞാൻ 2 ചെയിൻ ഇട്ടിട്ടാണ് ഈ 4 ചെയ്തിട്ട് പിന്നെ 2 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ഹുക്കിനും ത്രെഡിനും ഒക്കെ അനുസരിച്ച് അത് ഡിഫറൻസ് വരും. കാരണം ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ 3 ചെയിൻ ഇടാം. ഇത് ഒരെണ്ണം കഴിഞ്ഞിട്ട് 3 ചെയിൻ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അടുത്തതായിട്ട് ഞാനതിൽ ഗ്രെയിനാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഗ്രെയിൻ ആഡ് ചെയ്തിട്ട്
പിന്നെ സാധാരണ ഡബിൾ ക്രോഷേ എല്ലായിടത്തും ഇട്ട് പോയാൽ മതി. ഇപ്പോൾ ഗ്രീൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിലെല്ലാം ഒരു 5 ഡബിൾ ക്രോഷേ ഇടാം. 1 2 ഇനി 3 കൂടി, അങ്ങനെ ഈ ഗ്യാപ്പിലെല്ലാം ഒരു 5 ഡബിൾ ക്രോഷേ വീതം ഇട്ടിട്ട് പോവാം. ഇപ്പോൾ ഇതിവിടെ കഴിഞ്ഞ 5 എണ്ണമായി. ഇനി അടുത്ത ഗ്യാപ്പിലും 5 എണ്ണം ഇടുക. 1 2 3 4 5, ഇങ്ങനെ 5 എണ്ണം ചെയ്ത് പോവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഹുക്ക് സൈസിനനുസരിച്ച് ചില ഡിഫറൻസൊക്കെ വരും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 5 എണ്ണം ഇട്ടിട്ട് പോരാന്നുണ്ടെങ്കിൽ 6 എണ്ണം ഇടാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കിട്ടുക. 6 എണ്ണം, ഇനി അതെല്ലാം 4 എണ്ണം മതിയെങ്കിൽ 4 എണ്ണം ഇടാം. അതൊക്കെ നമ്മൾ ചെയ്ത് ഇതിൻ്റെ റൗണ്ട് എങ്ങനെ ക്ലിയർ ആവുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 5 എണ്ണമാണ് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ റൗണ്ട് കൂടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഒരു ബോർഡറാണ് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഏത് കളറാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ആഡ് ചെയ്ത് ബോർഡർ കൊടുക്കാം കേട്ടോ. ത്രെഡൊക്കെ കട്ട് ചെയ്യുമ്പോഴേ കുറച്ച് നീളത്തിൽ ഇട്ട് ഭയങ്കര നീളത്തിലല്ല, എന്നിട്ട് നമുക്ക് ടേപ്സ്ട്രി നീഡിൽ ഇതിൽ ചെയ്തിട്ട് ഇട്ടിട്ട് എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെയും ഞാൻ ഈ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വേറെ തരത്തിലുള്ള സൺഫ്ലവറും, ഈ സൺഫ്ലവറും വേറെ സൺഫ്ലവറും ഉണ്ട്. അത് മുന്നേ ചെയ്തിട്ടുള്ള ഒരു പൗച്ചിൻ്റെ വീഡിയോ, പിന്നെ പേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്. അതിൽ പേഴ്സിൽ 2 തരം സൺഫ്ലവർ ഞാൻ കാണിക്കുന്നുണ്ട്. 2 തരം പേഴ്സിന് 2 സൺഫ്ലവറാണ് കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നോക്കിയോളൂ. അപ്പോൾ 2 തരത്തിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ ബ്രൗണാണ് അറ്റാച്ച് ചെയ്യുന്നത്. ബ്രൗൺ അറ്റാച്ച് ചെയ്തു. ഇതിൽ ഹാഫ് ഡബിളാണ് കേട്ടോ ഇട്ടിട്ട് പോകുന്നത്. ഹാഫ് ഡബിൾ ക്രോഷയാണ്. ഈ ഒരു ലൈൻ മുഴുവൻ ഇട്ടിട്ടുള്ളത് ഹാഫ് ഡബിൾ ക്രോഷയാണ്. ഓരോന്നിൻ്റെയും ഓരോ ഡബിൾ ക്രോഷയുടെയും ഗ്യാപ്പിൽ ഹാഫ് ഡബിൾ ക്രോഷ ഇടുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഈ ഗ്യാപ്പിൽ ഹാഫ് ഡബിൾ ക്രോഷ ഇട്ടാൽ മതി. അങ്ങനെ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. എല്ലാവരുടെയും ഗ്യാപ്പിൽ ഓരോന്ന് അങ്ങനെ ചെയ്താൽ മതി. ഇനി എവിടെയെങ്കിലും എത്തുമ്പോൾ 2 എണ്ണം ചെയ്യണോ എന്നൊന്നും തോന്നേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ ഗ്യാപ്പിലും ഓരോന്നിട്ടിട്ട് പോവാം. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതെല്ലാം ഹാഫ് ഡബിൾ ക്രോഷ ഇട്ടിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത്. ഇനി നമുക്കിതിന് ഇതുപോലെയുള്ള ഈ ബോർഡർ കൊടുക്കാം. വേറൊരു കളർ ത്രെഡ് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഇനി ഇതിന് സാധാരണ നമ്മൾ ഇങ്ങോട്ടല്ലേ ചെയ്തു പോവുക ക്രോഷേ ചെയ്യുമ്പോൾ. ഇത് ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ് ചെയ്യുക, ഇങ്ങോട്ട്. അതായത് ഈ റൈറ്റ് സൈഡ് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകുന്നതിന് പകരം റൈറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിനെങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇതിൽ കുത്തി അടുത്ത ഗ്യാപ്പിൽ കുത്തിയിട്ട് ഇതിനെങ്ങനെ എടുക്കുക. മനസ്സിലായോ? അത് വലിച്ചെടുത്തു. വീണ്ടും ഇതിൽ ഇങ്ങനെ സിംഗിൾ ക്രോഷേ ഇങ്ങോട്ട് ചെയ്തു പോവുക. അപ്പോൾ ഇതൊരു ബോർഡറായിട്ട് വരും. മനസ്സിലായോ? അതായത് ഒരു ചെയിൻ ഇട്ട് അതിനിങ്ങനെ പിടിച്ചതിന് ശേഷം ആ ചെയിൻ ഇങ്ങനെ ഈ അടുത്ത ഇതിലേക്ക്, മറ്റേത് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോവാതെ റൈറ്റിലേക്ക് ഇത് ഗ്യാപ്പിൽ കുത്തി, എന്നിട്ട് ഈ ത്രെഡിനെ വലിച്ചെടുത്തു. അപ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞാണ് നിൽക്കുക കേട്ടോ. നമുക്ക് അറിയില്ല, ഇതിങ്ങനെ പിരിഞ്ഞാണ് നിൽക്കുക. ഇതിൽ വലിച്ചു കണ്ടോ. ഇനി വീണ്ടും അടുത്തതിൽ കുത്തി വലിക്കുക. അപ്പോൾ വലിക്കുമ്പോൾ തന്നെ ഈ 2 ചെയിനും കൂടിയിട്ട് പിരിഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് പോവുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു. നല്ല ഭംഗിയിൽ കാണാം. ഇനി ഇതിനൊക്കെ നമുക്ക് ഈ ടേപ്സ്ട്രി നീഡിൽ ഉപയോഗിച്ചിട്ട് എല്ലാം ഇതിൽ ഉള്ളിലേക്ക് ആക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ഇതുപോലെ ഒരു സ്ട്രാപ്പ് കൊടുക്കാം നമുക്ക്.
അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇത് ഞാൻ കുറച്ച് ലെങ്തിയാണ് കൊടുത്തിരിക്കുന്നത്, അതായത് നമുക്ക് കഴുത്തിലൂടെ ഇട്ടുണ്ടെങ്കിൽ കിടക്കും. ഇത് സാധാരണ ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ത്രെഡിനെ ഒരു 3 ലെയറാക്കിയിട്ട് എടുത്തു. കണ്ടോ, ഇതുപോലെ ഒരു 3 ലെയറായി എടുത്തിട്ട് ആണ് ഞാൻ ഈ ചെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ നമുക്ക് കിട്ടും. വേറെ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വേഗം ചെയ്തെടുക്കും ചെയ്യാം. എന്നിട്ട് അതിനെ ഇതിൽ അറ്റാച്ച് ചെയ്യാം, നല്ല നീറ്റാക്കിയിട്ട് അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ, വെറുതെ ലെങ്തി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു പ്രസ് ബട്ടൺ നമുക്കിതിൽ എടുത്തിട്ട് ഇതുപോലെ തുന്നി പിടിപ്പിക്കുക. അത്രയേ ഉള്ളൂ പണി. അതും എല്ലാവർക്കും അറിയാവുന്നതല്ലേ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു പ്രസ് ബട്ടൺ തുന്നാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് അതും ഞാൻ ഇതിൽ ചെയ്യുന്നില്ല, ഒരുപാട് ലെങ്തി ആവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കഴിയുന്നതും ചെറുതാക്കിയിട്ട്. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇത്രയും ചെറിയ ത്രെഡ് എങ്ങനെയാണ് നമുക്ക് ഈ ടേപ്സ്ട്രി നീഡിലിൽ കോർത്ത് ചെയ്യാമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അതിനുള്ള പണി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ നീഡിലെടുത്തിട്ട് നമ്മൾ ഇതിപ്പോൾ ഈ ത്രെഡല്ലേ നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു ഈ ഇത് ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷേ ചെയ്തിട്ടുള്ളതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീട്ടി കൊടുക്കുക. കണ്ടോ, ഇതിനെ ആദ്യം ഇങ്ങനെ കുത്തി വയ്ക്കുക. കുത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ ത്രെഡിനെ ഇതിലേക്ക് കടത്തി കൊടുക്കുക. കണ്ടോ, ഇതിങ്ങനെ കുത്തി വെച്ചിട്ട് ഈ ത്രെഡിനെ ഇങ്ങനെ നല്ല കടത്തി കൊടുത്ത് ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ഈ നീഡിലിങ്ങനെ ഉണ്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഈ ത്രെഡ് കൊണ്ട് വലിച്ചെടുത്താൽ ഇപ്പം അതിൻ്റെ ഉള്ളിൽ പോയി അറിയില്ല. ഇനി ബാക്കി നിൽക്കണമെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. മനസ്സിലായോ എങ്ങനെയാണ് ഈ ടേപ്സ്ട്രി നീഡിൽ ഇത്രയും ചെറിയ നീഡിൽ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ടേപ്സ്ട്രി നീഡിൽ ഉപയോഗിച്ചിട്ട് ഞാൻ എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്തെടുത്തു. കണ്ട, അപ്പോൾ ഒന്നും പുറത്ത് കാണാമല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ ഈ ചെറിയ ത്രെഡിലും എങ്ങനെ നമുക്കിത് ക്ലിയറാക്കി എടുക്കാമെന്ന് മനസ്സിലായില്ലേ? ഇനി പ്രസ് ബട്ടൺ വെക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ നമ്മൾ ചെയ്തു വന്നിട്ടുള്ള റൈറ്റ് സൈഡ് ഇതാണ്. ഇനി ഇത് പുറം വശം. അപ്പോൾ ഇതിനുള്ളിലേക്കായിട്ട് ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഉണ്ടോ, ഇങ്ങനെ വെക്കാൻ അല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെയാണ് നമുക്ക് ഈ ഇത് പ്രസ് ബട്ടൺ വെക്കേണ്ടത്. ഇതിനിവിടെ ഇതിലിങ്ങനെ തുന്നി പിടിപ്പിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. പിന്നെ ഇതുപോലൊരു സ്ട്രാപ്പും വെച്ച് കൊടുക്കുക. ഇതപ്പോൾ നമ്മുടെ കണ്ണടയുടെ കവറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ വർക്കും കഴിഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്ത് കാണിച്ചെന്നില്ല. പിന്നെ പ്രസ് ബട്ടൺ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ സാധാരണ നൂലെടുത്തൊന്ന് തുന്നി പിടിപ്പിച്ചാൽ മതി. പിന്നെ ചെയിൻ ഒരു 2 or 3 ലെയർ ഇട്ടിട്ട് ചെയിൻ എടുത്ത് അതും അറ്റാച്ച് ചെയ്യുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നും കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ ഇടുക കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് വേറൊരു മോഡൽ. ഇത് കോസ്റ്റേഴ്സ് ചെയ്തില്ലേ, കോസ്റ്ററിൻ്റെ പാറ്റേൺ ഞാൻ ട്യൂട്ടോറിയൽ ഇട്ടുണ്ടായിരുന്നില്ലേ, അതേ സെയിം തന്നെ ചെയ്താണ്. അതിൽ ഒരു പഫ് ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടുണ്ടല്ലോ, ആ ഒരു പഫ് ഫ്ലവറും ഞാനിതിൽ 2 ഭാഗത്തും അറ്റാച്ച് ചെയ്തു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്ക്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിലും അതെ പ്രസ് ബട്ടൺ അറ്റാച്ച്. ഇത് നമ്മുടെ സാധാ ഈ ഇത് തുന്നലിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കുറച്ച് വലിപ്പമുള്ള പ്രസ് ബട്ടൺ. അപ്പോൾ അതും ഇതിൽ നല്ല ഭംഗിയിൽ കാണാം. ഇതിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കണ്ട ഇപ്പോൾ 2 കളർ ഫ്ലവർ ആയപ്പോൾ 2 സൈഡിലും നല്ല ഭംഗിയിലിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് വേറൊരു കളറിൽ എല്ലാം തന്നെയാണ്. ഇതെല്ലാം സൺഫ്ലവറിൻ്റെ മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടല്ലേ.
എന്താ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള മോഡൽ റൗണ്ടിൽ ചെയ്യാം. അധികം സൈസ് വരണ്ട, ഇത്ര തന്നെ വേണ്ടൂ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കണ്ണട വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ കാല് കുടുങ്ങി ടൈറ്റായിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സൈസിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.